ഈ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പോലീസ് പിടിയിലായ പ്രതി ബെയിലിൻ ദാസിനെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തുമ്പ പോലീസാണ് സ്റ്റേഷൻ കടവിൽ വെച്ച ഈ കോൺഗ്രസ് പ്രവർത്തകനായ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു, കഴിഞ്ഞ ചൊവ്വാഴ്ച ഓഫീസിൽ വെച്ച് വഞ്ചിയൂർ കോടതിയിൽ വെച്ച് ജൂനിയർ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ശ്യാമിലിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് ബെയിലിൻ ദാസ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ അഭിഭാഷകൻ ബെയിലിൻ ദാസ് പോലീസ് പിടിയിലാകുന്നത്. സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു ബെയിലിൻ ദാസിനെ അല്ലേ? വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബെയിലിൻ ദാസിനെ എത്തിച്ചിട്ടുണ്ട്. തുമ്പ പോലീസാണ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബെയിലിൻ ദാസിനെ എത്തിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തകനായ അഭിഭാഷകൻ ബെയിലിൻ ദാസ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ ജൂനിയർ അഭിഭാഷകയായ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് യുവതിയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ ബെയിലിൻ ദാസിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇനി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ബെയിലിൻ ദാസ് ഇന്ന് വഞ്ചിയൂർ കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ബെയിലിൻ ദാസിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തനിക്ക് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ബെയിലിൻ ദാസിന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും മുൻപ് തന്നെ ബെയിലിൻ ദാസിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾ പ്രതികരണം ആരാഞ്ഞ സമയത്ത് ബെയിലിൻ ദാസ് പറഞ്ഞത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, കോടതി തീരുമാനിക്കട്ടെ എന്നതാണ് ബെയിലിൻ ദാസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ബെയിലിൻ ദാസ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് ബെയിലിൻ ദാസിനെ. ഇനി തുടർ നടപടികളിലേക്ക് കടക്കും. ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. ചോദ്യം ചെയ്യലിന് ശേഷം ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുമ്പ പോലീസാണ് സ്റ്റേഷൻ കടവിൽ നിന്ന് ബെയിലിൻ ദാസിനെ പിടികൂടിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ ആരോപണങ്ങൾ പോലീസിന് നേരെയുണ്ടായിരുന്നു. എന്തുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല, ബെയിലിൻ ദാസിനെ പിടികൂടാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ പോലീസിന് നേരെ ഉണ്ടായിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ തന്നെയും നിലനിൽക്കുന്ന ഘട്ടത്തിൽ ബെയിലിൻ ദാസ് ജില്ല വിട്ടു പോയിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് എത്തിയിരുന്നു. ഈ നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉണ്ടായത്. അതിനുശേഷം ഈ നിഗമനത്തിൽ ഉണ്ടായിരുന്നുള്ള കാര്യം അതിനുശേഷം സുഹൃത്തുക്കളുടെയും ഒപ്പം ബെയിലിൻ ദാസിന്റെയും ഫോൺ ലൊക്കേഷനുകളൊക്കെ തന്നെയും ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഈ ഇത്തരത്തിൽ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇന്നിപ്പോൾ സ്റ്റേഷൻ കടവിൽ നിന്ന് ബെയിലിൻ ദാസിനെ പിടികൂടിയിട്ടുള്ളത് പോലീസ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി പോലീസ് കടക്കും. അതിനു മുൻപ് ഇത്തരത്തിൽ ദേഹപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം ദേഹപരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. ആ ഒരു ഘട്ടത്തായിരിക്കും ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ തുടരണമോ അല്ലെങ്കിൽ മറ്റ് ജാമ്യം ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും തീരുമാനമുണ്ടാവുക. നേരത്തെ ഈ ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ഘട്ടത്തിൽ ഇത്തരത്തിൽ താൻ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബെയിലിൻ ദാസ് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കറിയാം ഈ ബെയിലിൻ ദാസ് മർദ്ദിച്ച ഈ ജൂനിയർ അഭിഭാഷക മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതാണ്. ആ ഘട്ടത്തിലൊക്കെ തന്നെയും നമ്മളെല്ലാവരും കണ്ടതാണ് എത്രത്തോളം ക്രൂരമായിട്ടാണ് ജൂനിയർ അഭിഭാഷകയ്ക്ക് ഏറ്റിട്ടുള്ള ഒരു മർദ്ദനം എന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കും. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇത്തരത്തിൽ മറ്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DCP അടക്കമുള്ള ആളുകൾ നിലവിൽ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. വിനീഷ, ഏറ്റവും പ്രമാദമായ കേസായി ഇത് മാറുകയാണ് സുലേഖ. ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ പ്രതി നേരത്തെ തന്നെ വഞ്ചിയൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊരു തീരുമാനമാവാത്ത സ്ഥിതിക്ക്, അതിൽ നിലവിലൊരു ഉത്തരവും വരാത്ത സ്ഥിതിക്ക് ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായും വിനീഷ, അത് തന്നെയാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ബെയിലിൻ ദാസ് ഇന്ന് ഉച്ചയോടെയാണ് വഞ്ചിയൂർ കോടതിയിൽ ഫയൽ ചെയ്തത്. ഇതിൽ ഒരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിനൊപ്പം തന്നെ ഇന്ന് ഈ പ്രത്യേക ഇത്തരത്തിൽ ഉള്ള യോഗങ്ങളൊക്കെ തന്നെയും ചേർന്നിരുന്നു. ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ
ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബെയിലിൻദാസ് ഉണ്ടായത്. പക്ഷേ അവിടെ പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നു. ബെയിലിൻദാസിനെ ഈ സ്റ്റേഷൻ കടവ് എന്ന് പറയുന്ന തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ബെയിലിൻദാസിനെ പിടികൂടുന്നു. അങ്ങനെ ഇപ്പോൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലാണ് ബെയിലിൻദാസ് ഉള്ളത്. നേരത്തെ എന്തായാലും സുലേഖയുമായുള്ള ഓഡിയോയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. നേരത്തെ കഴക്കൂട്ടം സ്റ്റേഷൻ കടവ് വെച്ചിട്ടാണ് ഈ വഞ്ചൂർ കോടതിയിലെ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ വഞ്ചൂർ കോടതിയിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ അഡ്വക്കേറ്റ് ബെയിലിൻദാസ് പോലീസ് പിടിയിലാകുന്നത്. മാധ്യമങ്ങൾ ബെയിലിൻദാസിനോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. നേരത്തെ സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയുടെ പരിഗണനയിലാണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ബെയിലിൻദാസ് വഞ്ചൂർ കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഈ സംഭവം. അതുകൊണ്ട് കോടതി ഇടപെടട്ടെ, ആ രീതിയിൽ കോടതി നടപടിക്രമങ്ങൾ നടക്കട്ടെ എന്നാണ് ബെയിലിൻദാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്നാണ് സുലേഖയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സുലേഖ, ബെയിലിൻദാസ് മാധ്യമങ്ങളോട് സംസാരിച്ചതായി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്താണ് അയാൾ പറഞ്ഞത്? വിനീഷ, നമ്മൾ ഈ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബെയിലിൻദാസിനെ എത്തിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, കോടതി തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണ് ബെയിലിൻദാസ് മാധ്യമങ്ങളോട് പ്രതികരണമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ കോടതി ഇന്ന് പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ബെയിലിൻദാസിന്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി.